ഹായ് ഡിയേഴ്സ്, ഞാൻ സുഷ, SN കോളേജ് കേരളശ്ശേരിയിലെ വൈസ് പ്രിൻസിപ്പളാണ്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അത് 4 വർഷ ഡിഗ്രിയെക്കുറിച്ചാണ്. 4 വർഷ ഡിഗ്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ? ഇത് 4 വർഷം തന്നെയല്ലേ? ഈ 4 വർഷം നമ്മൾ പഠിച്ചിട്ട് ഇത്രയും സമയം വേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ആക്ച്വലി 4 വർഷ ഡിഗ്രി അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 3 വർഷം തന്നെയാണ്. 3 വർഷ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് പോലെ നോർമൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. 4ാമത്തെ വർഷം നമുക്ക് വരുന്നത് ഓണേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് ഡിഗ്രിയാണ് വരുന്നത്. അതിന് വാല്യൂ കൂടുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ സർക്കാർ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മൾ പണ്ട് പഠിച്ചിരുന്നത് പോലെ, കൊമേഴ്സ് ഞാൻ പഠിച്ചൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊമേഴ്സ് സബ്ജക്ട്സിനെ കുറിച്ച് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അടുത്ത ഒരു ഡിഗ്രി ആയിട്ടാണ് എനിക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അതിന് പകരം ഇപ്പോൾ മേജർ മൈനർ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മേജർ മൈനർ സിസ്റ്റത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് ഒരു BScയുടെ സബ്ജക്ട്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം മൈനറായിട്ട്. ആൻഡ് അതിന് മൈനർ ഡിഗ്രിക്കും വളരെ വാല്യൂ കൂടുതലാണ്. സോ ദാറ്റ് ഇത്രയും സൗകര്യമാണ് നമുക്ക് നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം. ബട്ട് നമുക്ക് വേണ്ടിയിട്ട് DWMS എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ ട്രെയിനിങ്സ് കൂടുതൽ നമ്മുടെ ഡിഗ്രി സ്റ്റുഡൻസിന് കൊടുത്തിട്ട് ആ ട്രെയിനിങ്സിലൂടെ തന്നെ അവർ പ്ലേസ്മെൻറ്റ് ജോബ് ഡെഫിനറ്റ്ലി കൊടുക്കും എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനനുസരിച്ച് കുറേ ജോബ് ഫെയേഴ്സ് ഓൾമോസ്റ്റ് ഓൾ ദ സാറ്റർഡേയ്സ് നമുക്ക് ലാസ്റ്റ് 1 month ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസിന് അത് വളരെ ബെനിഫിറ്റ് ആയിരുന്നു. നമ്മുടെ IBM അങ്ങനെയുള്ള കോഴ്സുകളുടെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ട്രെയിനിങ്സ് പോലും ആ ഒരു കോഴ്സറ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പദ്ധതിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ബെനിഫിറ്റ്സ് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതർ സ്റ്റേറ്റ്സ് ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 വർഷ ഡിഗ്രിയോ, ഇത്രയും കാലം നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ട് എന്ത് നേടാനാണ്? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വൻ സാമ്പത്തിക ബാധ്യതയോട് കൂടിയിട്ടാണ് അതർ സ്റ്റേറ്റ്സിലേക്ക് പോകുമ്പോൾ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 വർഷം, 4ാമത്തെ വർഷം വേണ്ട എന്നുള്ള ഓപ്ഷൻസാണ് അവർ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ടോട്ടലി റോങ്. നമ്മൾ റിയാലിറ്റി തീർച്ചയായും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 4 വർഷ ഡിഗ്രിയെക്കുറിച്ചും ഇങ്ങനെയുള്ള +2 കഴിഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻസിനെ കുറിച്ചും നിങ്ങൾക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടും ഈ മുകളിലുള്ള നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.